വിടുതൽ നൽകും, രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. ധ്യാന കേന്ദ്രങ്ങളുടെ പ്രത്യേകത അവിടെ അഭിഷേകം പാകം ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. സീസണിങ് ഓഫ് ഗ്രേസ്, സീസണിങ് ഓഫ് അനോയിന്റിങ്. കൃപ ഇങ്ങനെ പാകം ചെയ്യപ്പെടുന്ന ഈ അടുപ്പുകല്ലിന്റെ ചൂടും ചൂരും വർദ്ധിച്ചാൽ അനേകരെ രക്ഷ പ്രാപിക്കും. നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തെ പൊലിപ്പിക്കുകയല്ല, മനസ്സറിഞ്ഞ് ഈ ധ്യാന കേന്ദ്രം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഹല്ലേലൂയ. അതിനോട് ശക്തമായ ഒരു പ്രചോദനം കിട്ടുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ടെക്നീഷ്യൻസിനെയും ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും മറഞ്ഞിരിക്കുന്ന ശുശ്രൂഷയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ളവരെ ഞാൻ ഈ ബലിപീഠത്തിൽ പ്രത്യേകം ഓർക്കുന്നു. കുമ്പസാരിപ്പിക്കുന്ന വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാന ശുശ്രൂഷകരെ, മറ്റ് വോളണ്ടിയേഴ്സിനെ, എല്ലാ പ്രേക്ഷിതരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. വലതുകരം ഉയർത്തി നമുക്ക് പറയാം ഹല്ലേലൂയ. ഈ ധ്യാന കേന്ദ്രത്തിൽ ആദ്യം വരുന്നവർ, ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായി ഇന്ന് വന്നിട്ടുള്ളവരെ ഒന്ന് കരം ഉയർത്താവോ? അത്രയും പേർക്ക് വേണ്ടി നമുക്കൊന്ന് വലതുകരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൽ കിട്ടുന്ന കൃപയുടെ രുചി പോയി പറയണം. അങ്ങനെ പറയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ധ്യാന കേന്ദ്രത്തിൽ ആൾ കൂടാനല്ല, ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേക ഒരു ദൈവമേഖലയുണ്ട്. അങ്ങനെയാണല്ലോ വേളാങ്കണ്ണിലൊക്കെ ഒരു ദൈവമേഖലയുണ്ട്. അവിടെ വരുന്നവർ പെട്ടെന്ന് സൗഖ്യപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പറയും മുമ്പ് ഒരു വചനം പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഈ നമ്മുടെ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് അനേകരോട് പറയണം. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, ഇവിടെ ആൾ കൂടുകയെന്നതിനേക്കാൾ ഈ ദൈവമേഖലയിലേക്ക് ആരെങ്കിലും വരുമ്പം, ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവിടേക്ക് കപ്പലുകൾ വന്നാൽ ആകർഷിക്കപ്പെടുന്നത് പോലെ ഈ ദൈവമേഖലയിലേക്ക് ആരെങ്കിലും ഒക്കെ വരുമ്പം അവരിലേക്ക് അഭിഷേകം വരും. അതുകൊണ്ട് നിങ്ങളൊരു വലിയ നല്ല മനസ്സോടുകൂടി ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ദൈവജനത്തോട് പറയണം. ഒരുമിച്ച് ഹല്ലേലൂയ. ഇന്ന് ഫിലിപ്പി ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 29-ാം വാക്യം പ്രിയപ്പെട്ട സഹോദരി വായിച്ച് കേൾപ്പിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടി നമുക്കൊരു നിയോഗം, കടമ, നിയോഗം എന്നുള്ളൊരു കരം ഉയർത്തിക്കേ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടി നമുക്കൊരു നിയോഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കരം ഉയർത്തിക്കേ. കടമയുണ്ട്. ഇതൊന്നുമല്ലെന്ന് പറഞ്ഞവര് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, മിണ്ടായിരുന്ന പിന്നെ എളുപ്പമാണല്ലോ, എന്നെ അങ്ങ് നോക്കിയിരിക്കാൻ എളുപ്പമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടി നമുക്കൊരു ഉറക്കെന്ന് പറയാവോ? ആ വാക്കെനിക്ക് കേൾക്കുന്നില്ല. ആർക്കെങ്കിലും പറയാവോ? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം, കൃപ. ആർക്കെങ്കിലും ആ വാക്ക് പറയാവോ? അതൊരു പ്രത്യേക വാക്കാ. നമ്മുടെ തലയ്ക്കകത്ത് കയറാത്തോണ്ട് ആരും പറയാത്തത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനുവേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം നമുക്കുണ്ട് എന്നാ. ഇതൊരു വലിയ അവകാശമാണ്. സഹനം ഒരു അവകാശമായിട്ട് കണ്ടെത്താതെ ക്രിസ്ത്യാനി ഒരിക്കലും ഭൂമിയിൽ സന്തോഷിക്കില്ല. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നമ്മുടെ വാരിയലിൽ ക്രൂശിത രൂപം കെട്ടിവെച്ചാലും ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ളത് പോലെ ഒരു അവകാശമാണ്. സഹനം ഒരു പോർഷനാണ്. ഈ അമ്മയമ്മേതായി എന്നുള്ള പാട്ട് ഈ മരിയൻ ഒരു ഈറയ്ക്ക് തുടക്കം കുറിക്കാൻ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഭംഗി പോയി. അമ്മയമ്മേതായി എന്നുള്ള പാട്ടാണല്ലോ പിന്നീട് മരിയൻ ഗാനങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു കേരളത്തിൽ. ദൈവത്തിന് സ്തുതി. പക്ഷെ ഈ അമ്മയമ്മേതായി എന്നുള്ള ഈ കുഞ്ഞിക്ക പാട്ട്, ഒരു പ്രത്യേക ഭാഷയൊന്നുമില്ലാത്ത പാട്ട് എഴുതിയത്, അതിലാണ് അതിൻ്റെ ആ പാട്ടിലല്ല ഭംഗി, എഴുതിയ സമയമാണ്.
മാരാരിക്കുളത്തുള്ള ഒരു പള്ളിക്കകത്തിരുന്ന് ജീവച്ഛവമായിരുന്ന് ചത്തുകുത്തിയ ദിവസങ്ങളിൽ ചങ്ക് കൊടുവാൾ കൊണ്ട് വെട്ടിക്കീറപ്പെട്ട അവസ്ഥയിൽ മടുക്കാതെ രാത്രി പകലാക്കി ഒരു ദിവസം രാത്രി 1:30-2 മണിക്ക് ആലപ്പുഴയിലെ കുറേ മനുഷ്യരോടൊപ്പം ഇരുന്ന് മടുക്കാതെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പം പേനയെടുക്കാതെ പേപ്പർ എടുക്കാതെ വായിലേക്ക് വെളുപ്പാങ്കാലത്ത് ഈ പാട്ട് വന്നങ്ങ് പറക്കുകയായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടി ഒരു അവകാശം അവകാശപ്പെടുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാര്യം ഒറ്റ കാര്യം പറയാനാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് നമുക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതിനോടൊരു കാനോന, പുതിയ കുർബാനയിൽ ഒരു കാനോന ആഡ് ചെയ്തിട്ടുണ്ട്. യെശയ്യാ ദൈവത്തെ കണ്ട ഭാഗം കൂടെ ചേർത്ത് അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത്താൽ പറ സ്വർഗവും. വെരി ഗുഡ്, നിങ്ങൾ ഉത്തരം പറഞ്ഞു ഈ പ്രാവശ്യം. ഇനി കുർബാനയുടെ നടുക്കെത്തുമ്പം തേണ്ട കിടക്കുന്നൊരു പാട്ടുണ്ട്. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങോട്ട് പാടി വരുമ്പോ ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. അടുത്ത വാക്ക് ഉറക്കെ പറയുവോ? തേണ്ട കിടക്കുന്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുർബാനയുടെ നടുക്കെത്തുമ്പോഴും സഭ നമ്മളോട് പറയുന്നു മണ്ണും വിണ്ണും നിറയുന്നു. അടുത്ത വാക്കൂടെ പറയാവോ? എല്ലാവരും പറയാവോ? അപ്പം ഒത്ത നടുക്ക് ഈശോയുടെ തിരുശരീരം മുറിക്കുന്ന സമയത്തും സഭ നമ്മളോട് പറഞ്ഞു തരുന്നു അങ്ങയുടെ മഹത്വത്താൽ മണ്ണും വിണ്ണും നിറയുന്നു. കുർബാനയുടെ തുടക്കത്തിൽ നമ്മൾ പറയുന്നു ആകാശവും ഭൂമിയും നിറയുന്നു. 2 കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? വിശുദ്ധരെ, നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ കുർബാന നാം പഠിച്ചിട്ടില്ല, അത് പഠിപ്പിക്കാൻ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ കുർബാനയുടെ ഒരു രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുർബാനയുടെ തുടക്കത്തിൽ നമ്മൾ ഭൂമിയിലാണ് കരച്ചിലും പിഴിച്ചിലും പിടച്ചിലും ഒക്കെയായി നമ്മൾ കരയുകയാണ്. സർവാധിപനാം കർത്താവേ, എൻ്റെ എല്ലാം അറിയുന്നവനെ, തല ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവേ, നീ തലതല്ലി കരയുന്നത് എന്തിനായി? പണ്ട് ഈ കവിത പഠിച്ചു വരുന്ന കരം ഉയർത്താവോ? അപ്പൊ തലതല്ലി കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരുപാട് കരയാനുണ്ട് നമുക്ക്. പക്ഷേ സമാധാനമൊക്കെ ആശംസിച്ചതിന് ശേഷം അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമത്തിന് എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തെ. എന്നിട്ട് ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എന്നെ നോക്കിക്കേ, ഞാൻ ചടപടയെന്നാ പറയുന്നത്. ഇതുവരെ ഭൂമിയിൽ നിന്ന മനുഷ്യരോട് സമാധാനം കഴിയുമ്പോൾ അച്ഛൻ പറയുന്നു നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങൾ ഇനി മുതൽ സ്വർഗത്തിലേക്ക് ഒന്ന് കയറിക്കോളൂ. ഭൂമിയിലെ സങ്കടങ്ങൾ ഒത്തിരി ഉണ്ടെന്നറിയാം. ഒരുപാട് കരഞ്ഞ മകളെ ലൈല, നീ ഉയരങ്ങളിലേക്കൊന്ന് കയറി വാ. ഉയരങ്ങളിലേക്ക് കയറി വരുമ്പം എൻ്റെ പ്രാഞ്ചി, ഉയരങ്ങളിലേക്ക് എത്തുമ്പം എൻ്റെ ഡേവിസേ, ഉയരങ്ങളിലേക്ക് എത്തുമ്പം നിനക്ക് കാണാൻ പറ്റുന്ന മാലാഖമാര് പറപറക്കുന്നു, ക്രോവേന്മാര് കരം കൂപ്പുന്നു, അഗ്നിമയന്മാര് സ്തുതിക്കുന്നു. യു ആർ ടേക്കൺ ഇൻ ടു എ ഡിവൈൻ മിലിയു. വേറൊരു ദൈവമേഖലയിലേക്ക്, സ്വർഗീയ മേഖലയിലേക്ക് എടുക്കപ്പെടുന്നു. അവിടെ വെച്ച് നമ്മൾ വീണ്ടും പറയുക, ഓ എൻ്റെ ദൈവമേ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവൻ അവനുടെ മഹിമകളാൽ. 2 കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു ആകാശമുണ്ട്, നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു വിണ്ണുണ്ട്, നമ്മുടെ എല്ലാം ജീവിതത്തിന് ഭാഗ്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ആകാശ മേലാപ്പുണ്ട്. നക്ഷത്രങ്ങളും നന്മയും പൗർണമിയും ഒക്കെയുള്ള ഒരു ആകാശം, നമുക്കൊരു ഉയർച്ചയുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ആകാശമുണ്ട്, ഒരു ഉയർച്ചയും ഒരു നടത്തിപ്പ്, ഒരു അനുഗ്രഹവും. നമുക്കറിയാം, ഒരു നന്മയുണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ പറയും ദൈവമേ സ്തുതി, എൻ്റെ അബ്രാനെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ജീവിതത്തിന്റെ ആകാശത്തിൽ ഒരുത്തനും പറയാതെ നമ്മൾ പറയും ദൈവാനുഗ്രഹമാണ്, ദൈവത്തിന് സ്തുതി. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ വലതുകരം നെഞ്ചിൽ വയ്ക്കുമോ? നമ്മുടെ എല്ലാം ജീവിതത്തിന് ഒരു മണ്ണുണ്ട്, ചെളിയും ചലവും ഒഴുകുന്ന ഭൂമിയുണ്ട്, കണ്ണീർ നദിയിൽ കാലു ചവിട്ടി നടക്കുന്ന കരച്ചിലിൻ ദിനങ്ങളുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിനൊരു ഭൂമി
ഭൂമി കൂടിയുണ്ട്. ഒരു താഴ്ച, ചെളിയും ചലവും തണുപ്പുമുള്ള ഒരു ഭൂമി കൂടിയുണ്ട്, ഒരു മണ്ണ് കൂടിയുണ്ട്. ഈ മണ്ണിലും നിന്റെ മഹത്വമാണെന്ന് നമ്മൾ കുർബാനയുടെ നടുക്ക് പറയുക. നമ്മളെ കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗീയ ഓർസലയം കാണിക്കുമ്പം സ്വർഗീയ മഹത്വത്തിൽ നിറഞ്ഞു നിന്നിട്ട് നമ്മൾ പറയുക, അപ്പാ എൻ്റെ ജീവിതത്തിൻ്റെ ആകാശത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ ഭൂമിയിലും നിന്റെ മഹത്വം ഞാൻ കാണുന്നു, എല്ലാം അങ്ങ് ക്രമീകരിക്കും. സങ്കീർത്തനം 138:8 എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. പറയുമോ? എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. പറയാവോ? എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം ആരെതിർത്താലും എൻ്റെ കർത്താവ് നിറവേറ്റും, എൻ്റെ കർത്താവ് നിറവേറ്റും. 2 കരങ്ങൾ ഉയർത്തി. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കരങ്ങൾ കൂപ്പി. സങ്കീർത്തനം 138:8 ആരെതിർത്താലും, ആന പിടിച്ചാലും, ആകാശം അടഞ്ഞാലും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിശ്ചയം ദൈവം തന്നെ നിറവേറ്റും. And our God shall take the initiative. ദൈവം നമുക്ക് വേണ്ടി ഒരു മുൻകൈ എടുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ഒരു മുൻകൈ എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പോകും വഴിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ്, ഹബക്കൂക്ക് 1:5 പറഞ്ഞുകൊണ്ട് പോകണം. ഈ നടവഴികൾ ഇറങ്ങി നിങ്ങളുടെ വീടുകളിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂടപ്പുറപ്പുകളെ, നിങ്ങൾ ഇങ്ങനെ പറയണം: ജനതകളുടെ ഇടയിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടുകൊള്ളുവിൻ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ ഒരു വചനമായി എന്നെ 15 വർഷമായി പിടിച്ചു നിർത്തുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് ശാലോമിൽ പറഞ്ഞ ഈ വചനമാണ്. ഒരു കണ്ണീരിന്റെ നടുവിൽ പറഞ്ഞ വചനം ഇന്ന് കേരളം മുഴുവൻ പരന്നിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടുകൊള്ളുവിൻ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യും. ഹബക്കൂക്ക് 1:5. ഹബക്കൂക്ക് 1:5. വീട്ടിൽ പോയി നിങ്ങൾ ഈ ഹബക്കൂക്ക് 1:5 വായിക്കണം. ഹബക്കൂക്ക് 1:5. സങ്കീർത്തനം 138:8. ഹബക്കൂക്ക് 1:5. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ പറയണം: എൻ്റെ ആകാശത്തിലും എൻ്റെ മണ്ണിലും എൻ്റെ ഭൂമിയിലും നിന്റെ മഹത്വമുണ്ട്, ഞാൻ തളർന്നു പോകുകയില്ല. സങ്കീർത്തനം 138:8 എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം എൻ്റെ അപ്പൻ നിറവേറ്റും. ആമേൻ.